നമുക്കൊന്നൊരു പാസ്ത ഉണ്ടാക്കിയാലോ? പാസ്ത ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കൊന്ന് കഴുകി വാരിയിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇവിടെ ഒരാൾ ഒരേ ചിരിയാണ്. അതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടതൊക്കെ റെഡിയാക്കാം. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് ഉപ്പും ഇത്തിരി ചിക്കൻ മസാലേൻ്റെ കുറച്ചിട്ടിട്ട് നമുക്കത് ഒന്ന് എണ്ണയൊന്നും വേണ്ട, വെറുതെ ഒരല്പം വെള്ളവും കൂടി തെളിച്ചിട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ട് അതിൻ്റെ എല്ല് കളയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ശരിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഇടാനുള്ള ഒരു സംഭവം ഉണ്ട്. അത് ക്യാപ്സിക്കും ക്യാരറ്റും ഉള്ളിയും കുറച്ച് വലുതായി അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറുതായി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാസ്തയ്ക്ക് വേണ്ട മസാല റെഡിയാക്കാം. ആദ്യം സ്വല്പം ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായി മൊരിഞ്ഞ് വരണം കേട്ടോ. മൊരിഞ്ഞ് റെഡിയാകുമ്പോൾ നമുക്കതിലേക്ക് 3 സവാള ചെറുതായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു കൈ കൊണ്ട് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഷെയ്ക്കാവുന്നത്. അതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. തക്കാളി ഒന്ന് വാടി വരട്ടെ, അതുവരെ നമുക്ക് നിന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വേണ്ട പൊടികളൊക്കെ അതിലേക്ക് ഇടാം കേട്ടോ. നമ്മുടെ പട്ടാഗ്രാമ്പ് പൊടിയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂണ് പെരിഞ്ചീരക പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിൽ എരിവിനായി ഞാൻ ചേർക്കുന്നത് പച്ചമുളകും മുളക് പൊടിയല്ല, നമ്മുടെ വറമുളകില്ലേ, വറ്റൽമുളക്, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മതിയാകും എരിവിന്. ചിക്കൻ മസാല ചേർത്തുകൊണ്ട് ആ ഒരു എരിവും ഉണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മതി, ഒരു സ്പൂണ് അളവിൽ, ചെറിയൊരു സ്പൂൺ അളവിൽ മസാല തേച്ച് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളകി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും സോസ് ഒഴിച്ച് കൊടുക്കാം. തക്കാളി സോസ്, പിന്നെ ഒരല്പം നമ്മുടെ സോയാ സോസ്, രണ്ടും ചേർത്ത് കൈവിടാതെ ഇളക്കിയ ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ട് ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെയാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കൂട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് വേവിച്ച് വെള്ളം വാർന്ന് വെച്ച നമ്മുടെ പാസ്ത നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വയ്ക്കാം, മസാലയെല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ. ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.